ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കൂടി ഒരു മോഡൽ ആക്സിലറി വെർബിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളിൽ പലരും ചുരുക്കമായി കേട്ടിട്ടുള്ളതായിരിക്കണം. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഓർക്കുക. ought to എന്ന മോഡൽ ആക്സിലറി വെർബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്ക് വിശദമായി ഇപ്പോൾ മനസ്സിലാക്കാം. ഉപദേശം, കടപ്പാട്, പ്രതീക്ഷ, അഡ്വൈസ്, ഒബ്ലിഗേഷൻ, എക്സ്പെക്റ്റേഷൻ എന്നിവയെ പ്രകടിപ്പിക്കാൻ മോഡൽ ആക്സിലറി വെർബ് ought to ഉപയോഗിക്കുന്നു. നമുക്ക് ഷുഡും ആയി കമ്പയർ ചെയ്ത് ought to പറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കാം. അഡ്വൈസ്, ഒബ്ലിഗേഷൻ, എക്സ്പെക്റ്റേഷൻ ഇവ പ്രകടിപ്പിക്കാൻ ഷുഡിനും ought to കഴിയും. എന്നാൽ മോറൽ റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ എന്നിവ ശക്തമായി പ്രകടിപ്പിക്കാൻ ought to കഴിയുന്നു. ഷുഡ് ദൈനംദിന ഭാഷയിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. യു ഷുഡ് എക്സസൈസ് റെഗുലർലി ടു സ്റ്റേ ഹെൽത്തി. ഇതൊരു പൊതു ശുപാർശ അല്ലെങ്കിൽ ഉപദേശം നിർദ്ദേശിക്കുന്നു. എന്നാൽ യു ought to apologize for what you said. ഇത് മാപ്പ് പറയാനുള്ള കടമയെ അല്ലെങ്കിൽ ധാർമ്മിക ബാധ്യതയെ വളരെ ശക്തമായി സൂചിപ്പിക്കുന്നു. ought to ഒബ്ലിഗേഷനെയും എക്സ്പെക്റ്റേഷനെയും വളരെ ശക്തമായ ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നു. എക്സാമ്പിൾ, യു ought to be honest, he ought to arrive by noon. ഷുഡും ഉപയോഗിക്കുന്നത് അഡ്വൈസിനോ റെക്കമെൻഡേഷനോ വേണ്ടിയാണ്. എക്സാമ്പിൾ, യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. ഇതിനു പുറമെ ഷുഡ് ഉപദേശത്തിനോ ശുപാർശയ്ക്കോ സാമൂഹിക ബാധ്യതകൾ പ്രകടിപ്പിക്കാനോ ഉപയോഗിക്കാം. എക്സാമ്പിൾസ്, യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്, ദ പാക്കേജ് ഷുഡ് അറൈവ് ടുമോറോ, യു ഷുഡ് ട്രീറ്റ് പീപ്പിൾ വിത്ത് റെസ്പെക്റ്റ്. ought to മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലും സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ ഷുഡ് പോസിറ്റീവ് സെൻറ്റൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യൻസിലും പതിവായി ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഷുഡ് ഐ കോൾ ഇൻ ക്വസ്റ്റ്യനാണ്. യു ഷുഡിൻറ്റ് ഈറ്റ് ജങ്ക് ഫുഡ്, ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. യു ought to ട്രൈ ദിസ് ന്യൂ ഹോട്ടൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, റെക്കമെൻഡേഷൻ എന്നിവയാണ്. ദൈനംദിന സംസാരത്തിൽ നമ്മൾ കൂടുതലായി കേൾക്കുന്നത് ഷുഡ് ആണ്. ഷുഡ് പോലെ തന്നെ ഒരു മോഡൽ ആക്സിലറി വെർബാണ് ഷാൽ. ഷാലും ഒരു ഫ്യൂച്ചർ ആക്ഷനെയോ ഒബ്ലിഗേഷനെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നിയമപരമായ രേഖകളിലോ കരാറുകളിലോ നിയമങ്ങളിലോ ഷാൽ ഔപചാരികമായി ഉപയോഗിക്കുന്നു. ഉദാഹരണം, യു ഷാൽ കംപ്ലൈ വിത്ത് ദ റെഗുലേഷൻസ്. ദൈനംദിന ഭാഷയിൽ ഇതിൻ്റെ ഉപയോഗം കുറവാണ്. ഭാവി കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ ഇപ്പോൾ വില്ലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടി നമ്മൾ 3 മോഡൽ ആക്സിലറി വെർബിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കിക്കഴിഞ്ഞു. ആക്സിലറി വെർബും മോഡൽ ആക്സിലറി വെർബും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് റെഫർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.